നമസ്കാരം. മിസൈലുകൾ ചീറിപ്പായുന്ന ആകാശ യുദ്ധം നാം കാണാറുണ്ട്. കപ്പലുകൾ തീവെക്കുന്ന, കടൽപാത അടയ്ക്കുന്ന കടൽ യുദ്ധം കാണുന്നുണ്ട്. സൈനികർ ഏറ്റുമുട്ടുന്ന കരയുദ്ധം കാണുന്നുണ്ട്. എന്നാൽ കാഴ്ചയുടെ അതിരുകൾക്ക് അപ്പുറത്ത് നടക്കുന്ന സൈബർ യുദ്ധങ്ങൾ ഇതിലും ഭീകരമാണെന്നതാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. അന്ധകാലത്തിന്റെ അരികിൽ ഡിജിറ്റൽ ലോകം ഒരു മൗന യുദ്ധഭൂമിയായി മാറിയിരിക്കുകയാണ്. കണ്ണുകൾക്ക് കാണാനാവാത്ത അതിർത്തികളിലൂടെ ശബ്ദമില്ലാത്ത ആക്രമണങ്ങൾ നടക്കുന്നു. രാജ്യങ്ങളുടെ അഭിമാനത്തെയും സുരക്ഷയെയും ചോദ്യം ചെയ്യുന്ന ആക്രമണങ്ങൾ. ഈ മൗനയുദ്ധത്തിന്റെ പുതിയ അധ്യായം തുറക്കുന്നത് ലോകത്തിലെ ഏറ്റവും ശക്തമായ അന്വേഷണ ഏജൻസികളിൽ ഒന്നായ അമേരിക്കയുടെ ഫെഡറൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ അഥവാ FBI മുകളിൽ തന്നെയാണ്. വിശ്വാസത്തിന്റെ കോട്ടയായി കരുതപ്പെട്ട സംവിധാനങ്ങളുടെ ഉള്ളറകളിലേക്ക് അനധികൃതമായി കടന്നു കയറുന്ന സൈബർ നിഴലുകൾ ഇന്നത്തെ ലോകത്തിന്റെ പുതിയ ഭീഷണിയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം FBI ഡയറക്ടർ കാഷ് പട്ടേലിന്റെ സ്വകാര്യ ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതായി വിവരങ്ങൾ പുറത്തുവരുന്നു. വ്യക്തിപരമായ ആശയവിനിമയങ്ങളുടെ സുരക്ഷ പോലും ഇനി സംശയത്തിന്റെ നിഴലിൽ നിൽക്കുകയാണ്. ഇറാൻ സർക്കാരുമായി ബന്ധമുള്ള ഹന്താല ഹാക്ക് ടീം എന്ന ഹാക്കർ ഗ്രൂപ്പാണ് ഇതിന് പിന്നിലെന്നാണ് വിവരം. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും വിശ്വസ്തനാണ് ഇന്ത്യൻ വംശജനായ കാഷ് പട്ടേൽ. അദ്ദേഹത്തിന്റെ ഇമെയിലിൽ നിന്നുള്ള ചില വ്യക്തിഗത ചിത്രങ്ങളും ബയോഡേറ്റയും ഹാക്കർമാർ ഇന്റർനെറ്റിൽ പ്രചരിപ്പിച്ചു കഴിഞ്ഞു. ഇമെയിൽ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ട വിവരം US നീതിന്യായ വകുപ്പിലെ ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് സ്ഥിരീകരിച്ചു. ഓൺലൈനിൽ പ്രചരിക്കുന്ന രേഖകൾ ആധികാരികമാണെന്ന് കരുതുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. എങ്കിലും ഇവ 2010-നും 2019-നും ഇടയിലുള്ളതാണെന്നും അവയ്ക്ക് നിലവിലെ സർക്കാർ പ്രവർത്തനങ്ങളുമായി നേരിട്ട് ബന്ധമില്ല എന്നും FBI വക്താവ് പ്രതികരിച്ചു. വ്യക്തിഗത വിവരങ്ങൾ ചോർന്നു എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ കൂടുതൽ വെല്ലുവിളി FBI ഇപ്പോൾ നേരിടുന്നുണ്ട്. ഇതിന്റെ ആഘാതം പരമാവധി കുറയ്ക്കാൻ ലക്ഷ്യമിട്ട് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് FBI വ്യക്തമാക്കി. കഴിഞ്ഞ ആഴ്ച ഹന്താല ഗ്രൂപ്പിന്റെ ചില വെബ്സൈറ്റുകൾ അമേരിക്കൻ ഏജൻസികൾ ഇല്ലാതാക്കിയിരുന്നു. ഈ ഗ്രൂപ്പിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ട് ഗ്രൂപ്പ് അംഗങ്ങളെ പിടികൂടാൻ $10 മില്യൺ പ്രതിഫലം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇതിനുള്ള മറുപടിയായാണ് ഈ ഹാക്കിംഗ് എന്ന് ഹാക്കർമാർ അവകാശപ്പെട്ടു. രാജ്യങ്ങൾ തമ്മിലുള്ള രാഷ്ട്രീയ സംഘർഷങ്ങൾ ഇപ്പോൾ ഡിജിറ്റൽ ലോകത്തിലേക്ക് പടർന്നു കയറുമ്പോൾ യുദ്ധത്തിന്റെ സ്വഭാവം തന്നെ മാറുകയാണ്. ഇതൊരു വ്യക്തിയുടെ ഇമെയിൽ ഹാക്ക് ചെയ്ത സംഭവം എന്നതിലുപരി ആഗോള സുരക്ഷാ സംവിധാനത്തിലെ പൊരുത്തക്കേടുകളെ തുറന്നു കാട്ടുന്ന മുന്നറിയിപ്പ് കൂടിയാവുന്നു. സുരക്ഷിതമെന്ന് കരുതിയ ഡേറ്റയും സ്വകാര്യതയും ഒരൊറ്റ നിമിഷം കൊണ്ട് ഭേദിക്കപ്പെടാമെന്ന യാഥാർത്ഥ്യം വീണ്ടും തെളിയിക്കുകയാണ്. അത് യുദ്ധത്തിന്റെ ചോര പെയ്യാത്ത, എന്നാൽ ശത്രുവിനെ മാനസികമായി തകർക്കാൻ കഴിയുന്ന, ചുടാൻ കഴിയുന്ന മറ്റൊരു യുദ്ധമുറയാണ് എന്നുകൂടി ഇപ്പോൾ ലോകം കാണുകയാണ്. സാങ്കേതിക വിദ്യയുടെ വേഗതയേറിയ പുരോഗതിക്കൊപ്പം സൈബർ കുറ്റകൃത്യങ്ങളും അതേ വേഗതയിൽ വളരുന്നു. അതിരുകളില്ലാത്ത ഈ ഡിജിറ്റൽ ലോകത്ത് ഒരു രാജ്യത്തിന്റെ പ്രശ്നം മറ്റൊരിടത്തേക്കും പെട്ടെന്ന് പടരുന്നു. ഇന്നത്തെ ഈ സംഭവം നാളെയുടെ വലിയ പ്രതിസന്ധികളുടെ സൂചനയാണോ എന്ന ചോദ്യവും ഉയരുകയാണ്. മൗനമായെങ്കിലും ശക്തമായ ഈ സൈബർ യുദ്ധത്തിൽ ആരാണ് വിജയിക്കുന്നത്, ആരാണ് തോൽക്കുന്നത് എന്നതിലുപരി മനുഷ്യരുടെ സ്വകാര്യതയും സുരക്ഷയും എത്രത്തോളം സംരക്ഷിക്കപ്പെടും എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം.